ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കോസ് വണ്ടർ വേൾഡ്. നമുക്കിന്ന് കാട്ടിലെ ഒരു വിചിത്ര ജീവിനെ പരിചയപ്പെട്ടാലോ? കൂട്ടുകാർ സീബ്രേനെ കണ്ടിട്ടുണ്ടോ? മാനിനെയോ? കൂട്ടത്തിൽ നമ്മുടെ ജിറാഫിനെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഈ മൂന്ന് പേരും ചേർന്ന ഒരു ജീവിനെ നമ്മൾക്ക് കണ്ടാലോ? ആ ജീവിന്റെ പേരാണ് ഒക്കാപ്പി. ഇങ്ങനെ കണ്ടിട്ട് നെട്ടിയോ? ഇതെന്ത് ജീവിനെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. സെൻട്രൽ ആഫ്രിക്കയിലെ കോങ്കോ എന്നുള്ള സ്ഥലത്തിലാണ് ഇവരുള്ളത്. ലോകത്ത് വേറെ ഇടത്തും ഇവരെ കാണാൻ സാധിക്കില്ല. അവിടുത്തെ റെയിൻ ഫോറസ്റ്റിലാണ് ഇവർ താമസിക്കുന്നത്. കൂട്ടുകാർക്ക് വേറൊരു കാര്യം അറിയാമോ? നമ്മുടെ ജിറാഫിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു ബന്ധുവാണ് ഈ ഒക്കാപ്പി. അപ്പം നിങ്ങൾ വിചാരിക്കും, ജിറാഫും ഒക്കാപ്പിയോ സീബ്രയായിട്ടല്ലേ ബന്ധം? എങ്കിലങ്ങനെയല്ല. കാഴ്ചയെ ഒരുപോലെ അല്ലെങ്കിലും പല കാര്യങ്ങളിലും അവരൊരുപോലെയാണ്. ഒക്കാപ്പിയെ മനുഷ്യർ അറിഞ്ഞു തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ഒക്കാപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുങ്കാട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ ജിറാഫ് ആവട്ടെ പുൽമേട്ടിലും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒക്കാപ്പീനെ ഫോറസ്റ്റ് ജിറാഫ് എന്നാണ് വിളിക്കുന്നത്. നല്ല വെൽവെറ്റ് ഉടുപ്പിട്ട പോലെ ഇരിക്കും ഒക്കാപ്പീനെ കാണാൻ. ബ്രൗൺ കളറാണ് ഇവരുടെ രോമത്തിനുള്ളത്. അവർ വലിയ ഉൾക്കാട്ടിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ സ്കിൻ എണ്ണമഴ മുല്ലതും വാട്ടർ പ്രൂഫുമാണ്. അവരുടെ ജിറാഫിൻ്റെ രോമങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇവരുടെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവരുടെ നാക്കിന് ഡാർക്ക് ബ്ലൂ കളറാണ്. നമ്മുടെ ജിറാഫിനും അത് തന്നെയാണ്. ഇവരുടെ നാവിന് നല്ല നീളമാണ്. അത് വെച്ച് അവരവരുടെ ചെവികളും കണ്ണുകളും ഒക്കെ ക്ലീൻ ചെയ്യും. മാത്രമല്ല കേട്ടോ, ഇവരുടെ നാവ് കൊണ്ട് ഇവർക്ക് മരത്തിൻ്റെ മുകളിലുള്ള ഇലകളും പഴങ്ങളും എല്ലാം പറിച്ചെടുക്കാൻ പറ്റും. ജിറാഫും ഇങ്ങനെ തന്നെയാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ അല്ലേ? ഒക്കാപ്പികൾക്ക് സ്കിൻ കവേർഡ് ആയിട്ടുള്ള കൊമ്പുകളുണ്ട്. അത് ആൺ ഒക്കാപ്പികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് അവർ ഫൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ജിറാഫിനും അങ്ങനെ ഒരു കൊമ്പ് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലേ? ഒക്കാപ്പിയും ജിറാഫും വെള്ളം കുടിക്കുന്ന രീതി ഒരുപോലെയാണ്. മുൻകാലുകൾ അകത്തി വെച്ച് തല കുമ്പിട്ട് വെള്ളം കുടിക്കും. ഒക്കാപ്പികളുടെ സ്കിൻ കളർ ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് കാട്ടിൽ ഒളിച്ചിരിക്കാൻ എളുപ്പമാണ്. എങ്കിലും ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണോ അവരുടെ കേൾവിശക്തി. വളരെ വലിയ ചെവികളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചെവി വട്ടം പിടിച്ച് ഒരുപാട് ശബ്ദം കേൾക്കാൻ പറ്റും. നമ്മുടെ ജിറാഫിൻ്റെ സൂത്രം അത് തന്നെ. ഇപ്പോൾ മനസ്സിലായോ? ഒക്കാപ്പിക്ക് ജിറാഫിനെ പോലെ നീണ്ട കഴുത്തില്ലെങ്കിലും ഒക്കാപ്പിയും ജിറാഫും ഒരു ഫാമിലിയാണെന്ന്. ഒക്കാപ്പീൻ്റെ കുഞ്ഞുങ്ങളെ കാഫ് എന്നാണ് വിളിക്കുന്നത്. ഒക്കാപ്പീൻ്റെ കാലിലെ സീബ്ര വരകളില്ലേ, അവരുടെ കുഞ്ഞിനെ അമ്മേൻ്റെ പുറകെ പോകാൻ സഹായിക്കും. കാരണം കാട്ടിൽ ഭയങ്കര ഇരുട്ടല്ലേ, വേറൊന്നും കാണാൻ പറ്റില്ലല്ലോ. പുള്ളിപ്പുലികളാണ് നമ്മുടെ ഒക്കാപ്പീൻ്റെ പ്രധാന ശത്രു. പിന്നത്തെ ശത്രു ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, മനുഷ്യർ തന്നെ. വേട്ടയാടിയും കാടുകൾ വെട്ടി നശിപ്പിച്ചും മനുഷ്യർ ഒക്കാപ്പീനെ ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർ വംശനാശ ഭീഷണിയിലാണ്. അപ്പം എങ്ങനെയാ നമ്മുടെ വിചിത്രമായിട്ടുള്ള ഒക്കാപ്പീനെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ ബൈ ഫ്രം ചിക്കോസ് വണ്ടർ വേൾഡ്.